കേരളക്കാർ മുഴുവനും വിറയലോടെ കാണുന്ന ഒരേ ഒരു യൂട്യൂബ് ചാനൽ. പ്രശ്നേഷ് എന്ന പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേരളത്തിന് മുന്നിൽ. അതെ, അവൻ വൃത്തി കൊണ്ട് ഒരു വലിയൊരു സാമ്രാജ്യം കെട്ടി. ആ സാമ്രാജ്യത്തിൽ ഊക്കുമഴയായി ജനങ്ങൾ പെയ്തിറങ്ങി. ആ ഊക്കുമഴയെല്ലാം അവൻ മണിമാലയായി അവനിലേക്ക് ചാർത്തി അവൻ ദൈത്രയാത്ര തുടങ്ങി. എന്നാൽ ഇപ്പോൾ ദാ അവൻ വീണ്ടും വന്നിരിക്കുന്നു പുതിയ പ്രശ്നങ്ങളുമായി. ഈ സമയം അവൻ എന്തോ വലുത് കണ്ടിരിക്കുകയാണ്. അതെ ഗൈസ്, ഒരു ബാക്ടീരിയനെ പോലും തൻ്റെ ഉള്ളിലേക്ക് താൻ കേട്ടില്ല എന്ന് അത്രയ്ക്കും ദാർഷ്ട്യനിഷ്ഠമോടെ പറഞ്ഞ ഒരേ ഒരു മഹാമനുഷ്യനാണ് ഗൈസ് ഈ പച്ച വീട്ടിൽ കൊണേഷ്. ഓക്കെ, ഈ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, നമ്മളൊരു പഴം എടുത്താൽ ആ പഴത്തിൻ്റെ തൊലി സാനിറ്റൈസർ ഇട്ട് അടിച്ച് മാത്രമേ കഴിക്കാവൂ എന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത്രയ്ക്കും കണ്ണിങ്ങാണ് ഗൈസ് പുള്ളിക്കാരൻ. ഓക്കെ, എന്തിന് ഗൈസ്, ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് ഷേക്കൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായി ടച്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ സാനിറ്റൈസർ അടിച്ച് നമ്മുടെ വൃത്തി നമ്മൾ കൺഫേംഡ് ആക്കിയിട്ട് മാത്രമേ മറ്റുള്ള തൊടാമെന്ന് പറഞ്ഞു തന്ന ഒരേ ഒരു വെണ്ടയ്ക്ക മോറാണ് ഗൈസ് ഈ ഒരു പ്രശ്നം. ഓക്കെ, ഈ പ്രശ്നത്തിൻ്റെ അനിയത്തി തന്നെ പറയുന്നുണ്ട് ഗൈസ്, പുള്ളിക്കാരന് വൃത്തി എന്ന് പറഞ്ഞ സാധനം ഏത് അയലൊക്കത്ത് പോയിട്ടില്ല നോക്കി, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടെ ഊക്കി അങ്ങ് എയറിലോട്ട് വിട്ടത്. ഓക്കെ, ബട്ട് പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ അറിയാം ഗൈസ് എവിടെ പിടിച്ചാൽ കയറി വരുന്നു. ഓക്കെ, ആ ഒരു പിടിയിൽ പുള്ളിക്കാരൻ കയറി വന്നു, ബട്ട് ഇപ്പോൾ ഡൗണായി നിൽക്കുവാണ്. ഓക്കെ, അപ്പോഴാണ് ഗൈസ് നമ്മൾ വെണ്ടയ്ക്ക മോറൻ കണ്ടത്. അപ്പുറത്തെ വീട്ടിലുള്ള പ്രണവ്ജി ആൻഡ് ഫാമിലി നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ടല്ലോ, ഒരു കാറൊക്കെ എടുത്തല്ലോ, ഒരു ഫാമിലി വഴക്ക് ചൊല്ലി എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഈഗോ ഹർട്ടായ ഗൈസ്. ഓക്കെ, ആ ഒരു ഹർട്ടിൽ ഗൈസ് പുള്ളിക്കാരൻ തന്നെ സ്വയം അങ്ങ് തീരുമാനിച്ചു ഗൈസ്, ഒരു പ്രശ്നം ഞാനും എൻ്റെ ഫാമിലിയായിട്ടും കൊണ്ടുപോയി കളയാം. ഓക്കെ, അതെ ഗൈസ്, പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇത് ഞാൻ സമ്മതിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, പുള്ളിക്കാരൻ അമ്മയ്ക്ക് അച്ഛൻ ജിക്കും എല്ലാവരെയും വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഒരു പ്രശ്നം ഉണ്ടാക്കി എടുക്കുകയാണ്. ഓക്കെ, ആ ഒരു പ്രശ്നത്തിൽ തന്നെ പുള്ളിക്കാരൻ കാൽക്കുലേറ്റ് ചെയ്ത് ഈ കാർ എനിക്ക് ഇങ്ങനെ എടുക്കണം, പിന്നെ പുള്ളിക്കാരൻ ഷോറൂമിൽ ഇപ്പോൾ കാറും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ വന്ന് അതിന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ പ്രശ്നം കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ പുള്ളിക്കാരൻ അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരാളാണ്. ഓക്കെ, അത് നമുക്ക് തന്നെ മുമ്പത്തുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ ഗൈസ് നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത് ഗൈസ്, ഇത്രയും അമ്മേനെ സ്നേഹിച്ച് തേങ്ങയും മാങ്ങയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ മാസ് KGF കഥയൊക്കെ പറഞ്ഞങ്ങ് ഇറക്കി വിട്ട ഒരു വാണമാണ് ഗൈസ് ഇവൻ. ഓക്കെ, അപ്പോൾ ഇവൻ ഇപ്പോൾ വന്നിട്ട് ഇവൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവൻ എന്തോ വലിയൊരു കാര്യം ഉണ്ടാവുമായിരിക്കുമല്ലോ ഗൈസ്. ഓക്കെ, സോ ആ ഒരു ഹീഗോ ഹർട്ടായി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അത് തന്നെയാണ് ഗൈസ്. നാട്ടിന് മുമ്പിൽ നാണം കിട്ടാലും ഗൈസ് ഇവനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് പണം മതി, എനിക്ക് കാർ വേണം, അല്ലെങ്കിൽ എനിക്ക് വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. എടാ മോനെ, നമുക്കറിയാം നീ ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ട ആവശ്യമില്ല, നീ ഇതൊക്കെ വീട്ടിൽ തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചത്. ഓക്കെ, നിന്നെ ഉണ്ടാക്കിയ കഥ തന്നെ നീ ഇത്രയും പറഞ്ഞ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒന്ന് നിർത്തൂ പ്ലീസ്. ഇന്ന് നിൻ്റെ അമ്മ നിന്നെ അടിക്കാൻ ആൾക്കാർ വിട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് സഹിക്കുന്നില്ല നിൻ്റെ ഈ ഒരു കോണാടി, അപ്പോഴാണ് നിൻ്റെ അമ്മയ്ക്ക്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ്. അതെ ഗൈസ്, എങ്ങനെ ആൾക്കാരെ മുഞ്ചിക്കാമെന്നും ആൾക്കാരുമായിട്ട് എങ്ങനെ ബോണ്ട് ചെയ്ത് ആളുകളിൽ നിന്ന് ഊക്കുകൾ എങ്ങനെ വാങ്ങി തീർക്കാമെന്നും ആ പെങ്കുച്ചിന് പറഞ്ഞു കൊടുത്താണ് ഗൈസ്. ഓക്കെ, സോ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നന്ദി. ഓക്കെ, പിള്ളേർ വരെ ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പച്ചത്തെറി അവരാതും വിളിച്ചിട്ട് പോകണത്. ഓക്കെ, എടാ നീയാണ് നിൻ്റെ അനിയത്തിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണത്, എൻ്റെ പൊന്നുമോനെ നീ പഠിപ്പിച്ചു കൊടുത്ത അവസാനം ആ പെങ്കുച്ചിൻ്റെ ഊക്കുകൾ വാങ്ങി കൊടുക്കുമോ നീ? എടാ നിൻ്റെ കമൻറ്റ് ബോക്സിലെ ഊക്കുകളെ ആ പെങ്കുച്ചിന് താങ്ങാൻ വയ്യ. അപ്പോഴാണ് നിൻ്റെ നീ ഒരു സ്റ്റഡി ക്ലാസ്സും കൂടെ എടുത്ത് ഞാൻ പെങ്കുച്ചിനെ പഠിപ്പിച്ചു കൊടുത്ത ആ പെങ്കുച്ചിന് അതും കൂടെ എടുത്ത് വീഡിയോ ഇട്ട അവസാനം പെങ്കുച്ചിന് പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിൻ്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറി. എടാ വെണ്ടയ്ക്ക മോറ, നീ എന്തിനാണ് നിൻ്റെ അനിയത്തിനെ കുറിച്ച് നീ പറയണമെന്ന് അറിയാം. ഓക്കെ, നീ എൻ്റെ പെങ്ങൾ നീ ഒരു കോഴിയാണ് നീ പച്ചയ്ക്ക് പറയാണ് ഗൈസ്. ഓക്കെ, ഇവൻ എൻ്റെ പുന്നടവൻ നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ പറയാതിരിക്കാൻ വേണ്ടി ആ പെങ്കുച്ച് ജോലിയായിരിക്കും, നിനക്കിപ്പോൾ എന്ത് നിൻ്റെ പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അല്ലോ അവർ തന്നെ അവർ പറയുന്നുണ്ട് അവരത് അങ്ങനെയല്ല ജീവിക്കുന്നത്, നിന്നെ കൊണ്ട് നിൻ്റെ സൈ കെട്ടാണ് അവർ ഒരു റിപ്ലൈ തരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു,
ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷേ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരും. ആ ഗുണ്ട നിൻ്റെ കാലോ കയ്യോ വല്ലോ അടിച്ചോടിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു കൊണ കേൾക്കേണ്ടി വരുമായിരുന്നു. ഈ ഒരു അപരാധത്തിന് നമ്മൾ സാക്ഷി കൊള്ളേണ്ടി വരില്ലായിരുന്നല്ലോ. ഓക്കെ, സോ വി ആർ മിസ് ദാറ്റ് ഗുണ്ട. ഓക്കെ, ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് പിച്ചു വിടറ നാട്ടുകാർ വന്ന് സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ആളാണ്. ഇത്രയും കിടന്ന ഗുണ്ടൻസും ഇങ്ങനെ കിടന്ന് നിന്നടുത്ത് ഇതിരി സംസാരിക്കണമെങ്കിൽ നീ അവിടെ ചെന്നിട്ട് എന്തോ വലിയ പരാക്രമം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവരിങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യമാക്കി കൊടുത്ത് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. അതെ ഗൈസ്, പുള്ളിക്കാരത്തേക്ക് അറിയാം പുള്ളിക്കാരനെ എങ്ങനെ ഒരു പ്രൊഫഷണൽ ജി ആക്കണമെന്ന്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഗ്രേറ്റ്ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫാണ്. ഓക്കെ, അതുകൊണ്ടല്ലേ അവരിപ്പം കേസുമായിട്ട് പലരിടത്തും പോയി സംസാരിക്കേണ്ടി വരുന്നത്. പല പ്രശ്നങ്ങളും അവരെ റീസണായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, ഒരു സുപ്രഭാതത്തിൽ പ്രശ്നേഷം തന്നെ വന്ന് പറയാം ഗൈസ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഐ മീൻ എൻ്റെ ഫാമിലി പ്രോബ്ലമൊക്കെ തീർന്നെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ കഴിയും പിറകിലൊരു കവർ കിടക്കുന്നത്. ഓക്കെ, സോ പുള്ളിക്കാർ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞ് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഗൈസ് മനസ്സിലാക്കാൻ കഴിയും ഗൈസ് വിത്തിൻ 3 months എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടക്കും. ഓക്കെ, സോ അതിനുള്ള ഒരു സീരീസാണ് പുള്ളിക്കാർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സീസൺ അവസാനിക്കണമെങ്കിൽ ഒരു കവർ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കിടന്നേ പറ്റൂ. ഓക്കെ, സോ അതിനുള്ള ഒരു ഇതാണ് പുള്ളിക്കാരൻ ചെയ്തത്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ അനിയത്തിയൊക്കെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത്രയ്ക്കും വലിയൊരു മാരകമായ പ്രശ്നങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നു.